എനിക്കൊരു മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ഒന്ന് സെറ്റ് ആക്കണം, ആ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ അത് തന്നെയാണ് പ്രേക്ഷകരുടെയും പരാതി. അത് നമ്മള് സെറ്റ് ആക്കും അല്ലെ, ഉടനെ തന്നെ നമ്മൾ സെറ്റ് ആക്കും. ശ്രമിക്കാതിരുന്നിട്ടല്ല, അത് ഓരോരോ പ്രശ്നങ്ങൾ അതിന്റെ ഇടയ്ക്ക് വരുമ്പോ എനിക്കത് ഇപ്പൊ ഫാമിലിയായിട്ട് ഞാൻ കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ അച്ഛനും അല്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോ പിന്നെ നമ്മൾ അറിയാതെ ടെൻസ്ഡ് ആയി പോകും. പിന്നെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഇങ്ങനെ മുടങ്ങിപ്പോകും. അതിങ്ങനെ ഒരു കുറെ നാളായിട്ട് മുടങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇനി അതൊന്നുമില്ല, ഇനി പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം സെറ്റ് ആക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ വാക്കിനെ നമ്മൾ മാനിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇത് പറയുന്നത്. ഇപ്പൊ വഴക്കാണ്, കാരണം ഈ കമന്റ് നമ്മൾ വായിക്കല്ലേ, അപ്പൊ ഈ കമന്റ് വായിക്കുമ്പോ നമുക്ക് സന്തോഷം. കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും വീഡിയോ ഇടിരുന്നത്. കാരണം അമ്മ കമന്റ്, ഞാൻ ഇപ്പം ചില വീഡിയോയുടെ കമന്റ് നോക്കില്ലേ പോയി അമ്മ ഫുള്ള് ഇരുന്ന് കമന്റ് എല്ലാം വായിക്കും. അപ്പൊ ഞാൻ ഓർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും 10 ഇരട്ടിയാണ് ഇവൻ ആളുകൾ സ്നേഹിക്കുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. എല്ലാരും കാണും, എല്ലാരും നല്ല സ്നേഹമുള്ള ആളുകളാണ് ഈ ചുറ്റുപാടുള്ളവരൊക്കെ. ഇനി പണ്ട് കൊറേ വീഡിയോസ് ഇവിടെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ ഇവിടെ ഉള്ള പിള്ളേരുണ്ട്, പിന്നെ അവർക്ക് ഇപ്പൊ വലുതായിരുന്നു, പിന്നെ അവരുടേതായിട്ടുള്ള ബിസിയുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ പിള്ളേർ പഠിക്കണ്ടേ, നമ്മൾ ഇതിന്റെ പിന്നാലെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. +2 ആയി, 10-ലായി, എന്നെക്കാളും വലുതായി അവരൊക്കെ. അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിനാഷിന് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ് എല്ലാ രീതിയിലും വന്നിരിക്കുന്നത്. ലുക്കിലാണെങ്കിലും ക്യാരക്ടർ വൈസ് ഒക്കെ മാറിയല്ലേ ആളൊരു 2 years കൊണ്ട് പോയി നേരിട്ട് കണ്ടിട്ട്. പിന്നെ ഞാൻ നേരത്തെ ഇത്രയും പോലും ആളുകളോട് സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി, കൂടുതൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലേ. ഇപ്പൊ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അത് കുറെ പേർക്ക് പറയാറുണ്ട്, യൂട്യൂബിലും റീൽസിലൊക്കെ നന്നായി സംസാരിക്കുന്നവരായിരിക്കും, ബട്ട് റിയൽ ലൈഫിൽ അത്രയും സംസാരിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി അവിനാഷിന്റെ ഒരു എയിം എന്തായിരിക്കും? ഒരു ബിസിനസ് ആണോ അതോ യൂട്യൂബ് തന്നെ സെറ്റ് ആക്കാന്നുള്ളതാണോ അവിനാഷിന്റെ ഏറ്റവും ഒരു ഡ്രീം എന്ന് പറയുന്നത്? ഞാൻ എനിക്ക് സന്തോഷം തരുന്നത് എനിക്ക് യൂട്യൂബ് വീഡിയോ കൂടുതൽ ചെയ്യുമ്പോഴാണ്, ആളുകളുടെ കമന്റ് കാണുമ്പോഴൊക്കെയാണ്. അപ്പം ഞാൻ യൂട്യൂബ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത്? എല്ലാം ഒന്ന് ബാലൻസ് ആക്കി പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിനാഷിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴാണ്. കുറച്ച് മനസ്സിനൊക്കെ കുറച്ച് ഇത് വരുമല്ലോ. യാത്ര ചെയ്യുമ്പോ പിന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. പിന്നെ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോവുക. അപ്പൊ ആ ഒരു മൈൻഡ് മാറി ഫ്രഷ് ആയി വരും. അപ്പൊ ആള് ഫ്രഷ് ആയിട്ടുണ്ട് അല്ലെ. അതെ, അപ്പൊ അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമ്മേനെയും കൊണ്ട് ഇനി അമ്മ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും പോകുന്നതാണ്, നമ്മൾ വ്ളോഗ് ഇടുന്നതാണ് അല്ലെ. അമ്മയുടെ പേര് വത്സല. ഞാൻ അമ്മ എന്ന് വിളിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ അമ്മേനെ ഇനിയും വീഡിയോസിൽ കാണിക്കണം. അമ്മ ശരിക്കും ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ചില്ലായിട്ടുള്ള അമ്മയാണ്. അമ്മേനെ വീഡിയോസിൽ കണ്ടപ്പോ എനിക്ക് ഇത്രയും പോസിറ്റീവിലേക്ക് ഇത്രയും ചില്ലാന്ന് തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് കൂടുതൽ ഞങ്ങൾ രണ്ടോട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതെ, ഇനി ക്യാമറ ഇതുപോലെ തന്നെ സംസാരിച്ചാൽ മതി. ഞാൻ ഇനി അവിനാഷിനേക്കാളും ഫാൻസ് അമ്മയ്ക്കായിരിക്കും. അമ്മ ശരിക്കും ഇങ്ങനെയാണല്ലോ അല്ലെ, ശരിക്കും ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. ശംഭു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുറത്തൊന്നും വന്നേ ഉള്ളു. അപ്പൊ അമ്മ സംസാരിക്കുന്ന കേട്ടിട്ട് അവൻ തന്നെ ആലോചിച്ച് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോന്ന്. അതേപോലെ അമ്മ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. മനുഷ്യരല്ലേ, ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇതല്ലേ നമ്മുടെ സന്തോഷം അല്ലെ. നമ്മുടെ അടുത്ത് സംസാരിക്കാൻ നമ്മൾ തിരിച്ച് അങ്ങനെ സംസാരിക്കണം. അമ്മയെന്ന് മേടിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരിക്കും? എന്തിനും ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള. അതെന്ത് പ്രശ്നം വന്നാലും ചിരിക്കുക എന്നുള്ളതാണ്. ചിരിച്ചു നിൽക്കുക. അതെ, നമ്മള് അകത്ത് എന്താണെങ്കിലും നമ്മള് പുറത്ത് പോസിറ്റീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ, മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റട്ടെ അല്ലേ. അത് എന്ത് വന്നാലും നമ്മുടെ ക്യാരക്ടർ മാറാതിരിക്കുക, മീൻസ് അതില് വന്ന വഴി മറക്കാതിരിക്കുക. അവിനാഷ് ഇപ്പൊ എല്ലാ വീഡിയോസിന്റെയും ഫസ്റ്റ് തന്നെ പറയുന്നവര് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ, ശരിക്കും ജെനുവൻ ആയിട്ട് തന്നെ. കുറച്ച് നാൾ മുമ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പൊ അവിനാഷിന്റെ ലൈഫില് കുറെ കോൺട്രവേഴ്സീസ് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്, ടഫ് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിൽ പഠിച്ച പാഠം എന്താണെന്ന് അവിനാഷ് പറഞ്ഞു. പക്ഷെ ആ ഒരു ഓവർകം ചെയ്യുന്ന ഒരു പ്രോസസ് ഇല്ലേ, അതൊരു ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതൊരു വലിയ പ്രോസസ്സാണ്. അത് ശരിക്കും എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്യാൻ പറ്റിയത്? അത് നമ്മളിങ്ങനെ എക്സ്പീരിയൻസിലൂടെ തന്നെ അത് മാറിയെടുക്കുന്നത്. പിന്നെ കുറെ യാത്രകൾ ചെയ്തായിരുന്നു ആ സമയത്ത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ ഞാൻ ചിരിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിന്റെ കൂടെ ആകുമ്പോൾ നമ്മൾ ആ ഒരു സർക്കിൾ ആകുമ്പോഴത്തേക്കിനും നമ്മൾ
ഓട്ടോമാറ്റിക്കായിട്ട് ആയി തുടങ്ങി. പിന്നെ ഞാൻ പതുക്കെ പതുക്കെ ആ പഴയ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി. മീൻസ് നേരത്തെ എനിക്കത് മറക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ യാത്രയിലൊക്കെ പുതിയ പുതിയ ആളുകളെയും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപോഴത്തേക്ക് എല്ലാം ഒന്ന് നോർമലായി. നമ്മൾ തന്നെ അങ്ങ് അത് അഡാപ്റ്റഡ് ആയി. പിന്നെ എനിക്ക് തോന്നുന്നു വി ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ സമയം കൊടുക്കുക, അത് മാറിക്കോളും അല്ലേ, ഓവർകം ചെയ്യും. അത് നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച പാഠം നമ്മളെ കൊണ്ട് പറ്റാതായിട്ട് ഒന്നും ഇല്ല, വിചാരിച്ചാൽ എല്ലാം പറ്റും. ആണല്ലേ? അത് ഒരു ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അവിനാഷ്. അത്രയും വലിയൊരു ടഫ് സിറ്റുവേഷൻ എന്ന് ഓവർകം. ഞങ്ങൾക്കൊക്കെ ഭയമായിപ്പോയി. കാരണം ആ ഒരു സിറ്റുവേഷന് ആരായാലും സൂസൈഡ് ചെയ്യുന്ന ഒരു എനിക്ക് അന്ന് ഒന്നിനും പേടിയൊന്നും ഇല്ല. എന്ത് വന്നാലും കുഴപ്പമില്ല, നേരിടാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതൊക്കെ മാറിയിപ്പം. അതൊക്കെ മാറി. അപ്പൊ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയി പോകും. ആ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ ഫുള്ളി മാറിയിട്ടുണ്ട്. ആണല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ മാറാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ യാത്രകളും പിന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. അതെല്ലാം നല്ല ആൾക്കാരാണ്. എല്ലാം നല്ല ആൾക്കാരാണ്. അതില് പറഞ്ഞ അവരൊക്കെ കൊണ്ടുപോയി കൊറേ യാത്രകൾ ചെയ്തു. നമ്മളല്ലാതെ മെസ്സേജ് ആയിട്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ. പിന്നെ നമുക്ക് തന്നെ ഒരു ഇത് വേണല്ലോ, നമ്മൾ ഇതൊന്ന് ഓവർകം ചെയ്യണം, ചെയ്തേ പറ്റൂ. അത് ഉറപ്പായിട്ടും. കാരണം ഇങ്ങനെ കുറെ നാളായിട്ട് പോയിട്ട് അധികമായിട്ട് അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്ത ആളായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഞാൻ പിന്നെ ഒരു അഡിക്റ്റഡ് ആയി പോയ പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ മുന്നിൽ അങ്ങനെ കഴിച്ചിട്ടൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ മീൻസ് ഡിവോഴ്സിന്റെ സമയത്താണെന്നെങ്കിൽ കഴിച്ചിട്ട് അമ്മയുടെ ഫ്രണ്ടിൽ പോയായിരുന്നു. അന്നത്തോടെ ഞാൻ ഇത് നിർത്തിയതാണ്. വിഷമമായി. ഞാൻ പറയും ഇങ്ങനെ അന്നേരം പിന്നെ ഇല്ലമ്മ ഇതുകൊണ്ട് നിർത്തി പറഞ്ഞ സത്യമൊക്കെ ഞാൻ തന്നെ എന്റെ ലൈഫിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു തോന്നലാണ്. അപ്പൊ എനിക്കെല്ലാം തിരിച്ചു പിടിക്കണം. അങ്ങനെ സഡൻ ആയിട്ട് തന്നെ ഞാൻ അത് ബിയർ കുടിക്കുന്നത്. പിന്നെ അതിനുശേഷം തൊട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് അന്ന് അമ്മയുടെ മുന്നിൽ ഞാൻ ചെന്ന് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അമ്മ കണ്ടു. അമ്മ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഞാൻ കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്ക് ഞാൻ കരഞ്ഞുപോയി. അപ്പൊ പറഞ്ഞു ഇല്ല അമ്മ ഇനിയില്ല എന്ന്. ഇങ്ങനെ ലാസ്റ്റ് ഡിവോഴ്സിന്റെ ആ ഒരു ഇതിൽ ഒപ്പിടാൻ പോയിട്ട് ഇനി ഇല്ലമ്മ ഞാൻ ചെയ്യത്തില്ല. അപ്പൊ ഓക്കെയാണോ? ഓക്കെ. പിന്നെ അതിന്റെ ഉള്ളില് കൊണ്ട് ഇനി ചുമ്മാ പറയുവാണോ എന്നറിയത്തില്ലല്ലോ. പക്ഷെ പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. പിന്നെ അതിൽ നിന്ന് നമ്മള് തന്നെ പിടിച്ചു കയറി. അത് എനിക്ക് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അന്ന് അമ്മേനെ കണ്ടത് കൊണ്ട് അല്ലെ, പിന്നെ നമുക്കുള്ളിൽ അത് തോന്നി ഇനി ഇത് വേണ്ടെന്നുള്ളത്. കാരണം ഈ സ്വയം നമുക്ക് തന്നെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞാലും അങ്ങനെയല്ലല്ലോ തോന്നണ്ടേ സ്വയം ഒരു. പിന്നെ അച്ഛനും അമ്മയും അതുപോലെയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. ഇപ്പോഴും എന്നെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. ഭയങ്കര സങ്കടമായി. അയ്യോ എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതായിപ്പോയി. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് കണ്ടപ്പോ ഞാൻ എന്തോ അവിനാശേ ഇങ്ങനെ ഭയങ്കര. അതെ അല്ല, ആ ഒരു ഹീലിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ് ആണ്. നമ്മൾക്ക് അത്രയും ടഫ് സിറ്റുവേഷൻസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞു തരണോന്ന് അറിയത്തില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. പക്ഷെ അതിന് നമ്മളിപ്പോ അത് ഓവർകം ചെയ്യുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ഇപ്പോഴും അത് ഓർത്തിരിക്കുകയാണ് അമ്മ, അല്ലെ? നമുക്കത് വല്ലാത്ത. അതെ, മനസ്സിലായി. പക്ഷെ നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്തു ഇപ്പോ, അല്ലെ? പിന്നെ ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവത്തിന് നന്ദി. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, അതേ ഉള്ളൂ. അത് ഞാനിപ്പം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷെ അത് എന്തായാലും ഉടനെ തന്നെ അത് സെറ്റ് ആവും, കിട്ടിയിരിക്കും.